നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടവരെ എത്രയും വേഗം കൽത്തുറങ്കലിൽ അടയ്ക്കും. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ സന്തോഷമുണ്ട് എന്നറിയിച്ച അദ്ദേഹം ഈ വിവാദ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയവരെ ജയിലിലും സ്വർണം ശബരിമലയിലും എത്തിക്കുമെന്നും ഈ വിഷയത്തിൽ സർക്കാർ ആദ്യം പ്രതികരിച്ചിരുന്നത് അങ്ങനെയാണ്, അതുതന്നെയായിരിക്കും നടപ്പിലാക്കുക എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും സമൃദ്ധരായ പോലീസ് സംഘം തന്നെയാണ് കേസ് അന്വേഷിക്കുന്നത്. ദ്രുതഗതിയിൽ തന്നെയാണ് അവരുടെ അന്വേഷണം നടക്കുന്നതും. ആദ്യഘട്ടത്തിൽ തന്നെ സ്പോൺസർമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം മുൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ മുരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും സ്വർണം കണ്ടെടുത്തിട്ടുണ്ട് എന്നതാണ് വാർത്ത. കള്ളന്മാരായാലും അവരെ അകത്താക്കും, കൊള്ളക്കാരെ കൽത്തുറങ്കലിലടയ്ക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മൂല്യവസ്തുക്കൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വ്യാജമാണെന്ന് അധികൃതർ തന്നെ വിശദമാക്കിയിരിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു എന്ന് തന്നെയാണ് മന്ത്രി വാസവൻ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പുവെച്ചതിലുള്ള CPIയുടെ വിമർശനത്തിലും മന്ത്രി പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് വിധേയത്വം കാണിച്ചിട്ടില്ല എന്നാണ് വാസവൻ വ്യക്തമാക്കുന്നത്. മുൻപ് പാഠഭാഗങ്ങളിൽ നിന്ന് ഗാന്ധിജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം വന്നപ്പോൾ അത്തരത്തിൽ ചെയ്യില്ല എന്ന നിലപാടെടുത്ത സർക്കാരാണ് ഞങ്ങളുടേത്. കേന്ദ്രം പറഞ്ഞ പല വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കും കേരള സർക്കാർ നിന്നുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കേണ്ട ഫണ്ട് നിഷേധിക്കേണ്ട എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളതെന്നും അല്ലാതെ കേന്ദ്രത്തോടുള്ള വിധേയത്വമല്ല ഇപ്പോഴുള്ളതെന്നും വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വാസവൻ മന്ത്രിയും കൂട്ടിച്ചേർത്തത്.